ടാങ്കർ ലോറിയിൽ മാലിന്യം തള്ളാനുള്ള അധികാരികളുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചും പുഴയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും പൗരാവകാശ വേദിയുടെ നേതൃത്വത്തിൽ ചക്കംകണ്ടത്ത് ജനകീയ പ്രതിരോധ കൺവെൻഷൻ നടന്നു. ടാങ്കർ ലോറിയിൽ മാലിന്യമൊഴുക്കാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നും ജനങ്ങളെ അണിനിരത്തി ഈ ജനവിരുദ്ധ നീക്കത്തെ ചെറുത്തുതോൽപ്പിക്കുമെന്നും കൺവെൻഷൻ അധികാരികളെ ഓർമ്മിപ്പിച്ചു. പതിറ്റാണ്ടുകളായി ചക്കംകണ്ടം ജനത നേരിടുന്ന മാലിന്യ ദുരിതം ഇനിയും പരിഹരിച്ചില്ലെങ്കിൽ അതിശക്തമായ ജനകീയ സമരത്തെ നേരിടേണ്ടിവരുമെന്ന് കൺവെൻഷൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ചക്കംകണ്ടം മുതൽ പെരിങ്ങാട് വരെയുള്ള പുഴ മലിനീകരിക്കപ്പെട്ടത് വ്യക്തമായ നിയമലംഘനമാണ്. ഇതിന് കൂട്ടുനിൽക്കുന്ന അധികാരികൾ നിയമലംഘകരെ സംരക്ഷിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം VM മുഹമ്മദ് ഗസാലി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പൗരാവകാശ വേദി ജില്ലാ പ്രസിഡന്റ് നൌഷാദ് തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ ചെയർമാൻ കരീം പന്നിത്തടം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OJ ഷാജൻ, പുഴ സംരക്ഷണ സമിതി ചെയർമാൻ അനിൽ ആതിര, കൗൺസിലർമാരായ KM മെഹ്റൂഫ്, സുപ്രിയ രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് ബെന്നി, NJ ലിയോ, വർഗീസ് പാവറട്ടി, മുഹമ്മദ് സിംല തുടങ്ങിയവർ സംസാരിച്ചു. ഭരണകൂടം ചിന്തിച്ചു എന്നുള്ളത് തന്നെ നമ്മെ ഭയപ്പെടുത്തേണ്ട ഒന്നാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം. വണ്ടികളിൽ, ലോഡ്ജുകളിലെയും ഹോട്ടലുകളിലെയും കക്കൂസ് മാലിന്യത്തെ നിറച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ ടാങ്കുകളിൽ തട്ടിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഭയാശങ്കകളോടെ കാണേണ്ടതുണ്ട്.